പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനിങ്ങനെ സത്യമംഗലം എന്ന സ്ഥലത്ത് സത്യമംഗലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചെറിയ വനപ്രദേശത്തിൻ്റെ കാഴ്ചകളൊക്കെ വന്നു തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ രീതിയിലുള്ള കൃഷി സ്ഥലങ്ങളുടെ കാഴ്ചകളുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സത്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഭവാനി എന്നുള്ള നദിക്കരയിലാണ് സത്യമംഗലം എന്നുള്ള ഒരു ചെറിയൊരു മുനിസിപ്പൽ ടൗണാണ് ശരിക്കും അത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ കുറേ വനപ്രദേശങ്ങൾക്ക് പോലെയുള്ള കുറേ സ്ഥലങ്ങളിൽ കൂടെ, കുറേ തരിശായ സ്ഥലങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 8-10 കിലോമീറ്റർ കൂടെ പോയിട്ടുണ്ടെങ്കിൽ സത്യമംഗലം ആവുന്നതാണ് ഇപ്പോൾ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു സത്യമംഗലത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു 13 കിലോമീറ്ററോടെ പിന്നെ നമ്മൾ പോകുന്ന ബെന്നാരി എന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ അങ്ങോട്ടുണ്ട്. അപ്പോൾ ഈ സത്യമംഗലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഏകദേശം 16 കിലോമീറ്റർ അകലത്തായിട്ട് ഈ ഭവാനീശ്വർ ഡാം എന്ന് പറഞ്ഞ ഒരു ഡാമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മൺ ഡാമാണത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് ഡാമുകളിൽ ഒരെണ്ണമാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ഭവാനി എന്ന് പറഞ്ഞ നദി കാവേരിയുടെ കൈവഴിയാണ്. ഇതൊക്കെ നേരത്തെ പ്രാവശ്യം പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ വീരപ്പൻ്റെ ഒരു വിഹാരരംഗമായിരുന്നു ശരിക്കും ഈ സത്യമംഗലം വനങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ സത്യമംഗലം ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ടൗണൊന്നുമല്ല, ഒരുവിധം വലിയ അത്യാവശ്യം സാധാരണ രീതിയിലുള്ള ഒരു പഴയ തമിഴ്നാട്. ഇവിടെ വലിയ ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ വികസനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പഴയ തമിഴ്നാടിലെ ഒരു ടൗണിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ശരിക്കും ഇവിടെ ഉള്ളത്. ഞാൻ അവിടുന്ന് ബെന്നാരി അമ്മൻ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടുള്ള യാത്രയിലാണിപ്പോൾ. ശരിക്കും വീരപ്പനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്ന ശേഷം വീരപ്പനെ കാരണം ഇന്ത്യ കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ കൊള്ളക്കാരിൽ ഒരാളായിരുന്നു. ശരിക്കും വനം കൊള്ളക്കാരിൽ ഒരാളായിരുന്നു. 124 പേരെയാണ് അയാൾ തൻ്റെ ആ സമയത്ത് പോലീസുകാരായിട്ടും നാട്ടുകാരായിട്ടും പലരെ ബന്ദികളാക്കിയും ഒക്കെ പുള്ളി വധിച്ചിരിക്കുന്നത്. അതേപോലെ ആനക്കൊമ്പ് ഏകദേശം 2,60,00,000 രൂപയുടെ ആനക്കൊമ്പ്, 2,20,00,000 രൂപയുടെ ചന്ദനത്തടി, ഇതൊക്കെ പുള്ളി ആ സമയത്ത് കടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ആനക്കൊമ്പെന്ന് പറഞ്ഞാൽ ആന വെടിവെച്ച് കൊന്നിട്ട് ആ ആനയുടെ കൊമ്പ് ഊരിയെടുത്ത് ആയിരുന്നു പുള്ളിയുടെ പരിപാടി. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ചെറിയ രീതിയിലുള്ള നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കൃഷി സ്ഥലങ്ങളുണ്ട്. അവിടെ അത്യാവശ്യം ചോളത്തിൻ്റെയും കരിമ്പിൻ്റെയൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇത് ബെന്നാരി അമ്മൻ ബെന്നാരിയിലേക്കുള്ള യാത്രാപഥ്യമാണ്. ഇപ്പോൾ ഏതായാലും വനത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ വീരപ്പൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ അത് പറഞ്ഞുകൊണ്ടിരുന്നത്, വീരപ്പനെ 2004 ഒക്ടോബർ 18 തമിഴ്നാട് ടാസ്ക് ഫോഴ്സിൻ്റെ പ്രത്യേക ദൗത്യ സംഘം ഒരു എൻകൗണ്ടറിൽ വധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിലൊരു അങ്ങനെയായിരുന്നു വീരപ്പൻ എന്നുള്ള ആ ഒരു കാട്ടുകൊള്ളക്കാരൻ്റെ അന്ത്യം. അപ്പോൾ നമ്മൾ ബെന്നാരി അമ്മൻ കോവിലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കടുവ സങ്കേതമാണ്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യമംഗലം കാടുകളുടെ കാഴ്ചയാണ്, സത്യമംഗലത്തിലെ വനത്തിൻ്റെ കാഴ്ചയാണ്. പ്രത്യേകിച്ചും ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് സത്യമംഗലം ടൈഗർ റിസർവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിൻ്റേതായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ബെന്നാരി അമ്മൻ കോവിലിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ വഴി ഇറങ്ങി ഏതായാലും അമ്പലത്തിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ വടക്ക് വശത്തേക്കൂടെ ആണ് കയറുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി
അവിടെ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള വീഡിയോയും ഫോട്ടോയൊന്നും എടുക്കാനുള്ള ഇതില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് പെട്ടെന്ന് തന്നെ ഞാനായാലും അവിടെ കയറി ഒന്ന് തൊഴുതതിന് ശേഷം പുറത്തിറങ്ങി. ഏതായാലും വളരെ ശക്തിയുള്ള ദേവിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഒരു ആൾക്കാരുടെയൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ട്, പ്രത്യേകിച്ചും പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. അങ്ങനെ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള പ്രതിഷ്ഠകളിലൊക്കെ വളരെ ശക്തിമത്തായിട്ടുള്ള പ്രതിഷ്ഠകളെന്നാണ് സാധാരണ പറയപ്പെടുന്നത്. അതിൻ്റെ സൈഡിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മീനഭരണി അങ്ങനെയുള്ള എന്തായാലും ഇതിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ പോലും ആ ഒരു ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ഉത്സവം കഴിഞ്ഞതിൻ്റെ രീതിയിലുള്ള ഒരു കാഴ്ചകളൊക്കെയാണ് ഉള്ള. ഏതായാലും നല്ല രീതിയിൽ ആൾക്കാർ അമ്പലത്തിൽ ഇപ്പോൾ ഉണ്ട്. ഒരു ഉച്ചയ്ക്ക് 1 മണിയാണ്. ഏകദേശം 40 ഡിഗ്രിയുടെ അടുത്ത് ചൂടുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവിടെ പ്രാർത്ഥിച്ച് മടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബന്നാരിയമ്മൻ കോവിലിൻ്റെ സത്യമംഗലത്തിൻ്റെയൊക്കെയുള്ള കാഴ്ചകൾ. ശരിക്കും ഞാൻ സത്യമംഗലത്തിൽ നിന്ന് ഇറങ്ങി കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ജസ്റ്റ് നമ്മുടെ ഒരു പെട്ടെന്നുള്ള തീരുമാനിച്ച യാത്ര ആയതുകൊണ്ട് പെട്ടെന്ന് പോരേണ്ടി വന്നു. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ കുറേ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.